ചതുരശ്ര മീറ്ററോളം വ്യാപ്തിയുള്ള സ്ഥലത്ത് 250-ൽ പരം ശവക്കല്ലറകൾ. അധികവും കല്ലുകൾ ചിട്ടയായി അടുക്കിയുണ്ടാക്കിയ ദീർഘചതുരാകൃതിയിലുള്ളവ. ജുനാഘാട്ടിയയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള 5000 വർഷത്തോളം പഴക്കമുള്ള ശവക്കല്ലറകൾക്ക് ഏർലി ഹാരപ്പൻ കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഗുജറാത്തിലെ ലാഖ്പത് താലൂക്കിലെ ജുനാഘാട്ടിയ എന്ന പുരാവസ്തു സൈറ്റിൽ കേരള സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണ സംഘം നടത്തിയ ഉദ്ഖനനത്തിൽ കണ്ടെത്തിയ ശവക്കല്ലറകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പുരാവസ്തു അവശേഷിപ്പുകളിൽ ഒന്നാണ് ജുനാഘാട്ടിയയിൽ കണ്ടെത്തിയ ശവക്കല്ലറകൾ. കല്ലിലുണ്ടാക്കിയ ദീർഘചതുരാകൃതിയിലുള്ള ഏർലി ഹാരപ്പൻ കാലഘട്ടത്തിലുള്ള ശവക്കല്ലറകൾ ഗുജറാത്തിൽ ആദ്യമായാണ് കണ്ടെത്തുന്നതെന്ന് കേരള സർവകലാശാല ആർക്കിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ SV രാജേഷ് പറഞ്ഞു. കണ്ടെത്തിയ 26 ശവക്കല്ലറകളുടെയും രൂപത്തിലും വലുപ്പത്തിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും വലുപ്പമുള്ള ശവക്കല്ലറ 6.9 മീറ്റർ നീളമുള്ളതും ഏറ്റവും ചെറുത് 1.2 മീറ്റർ നീളമുള്ളതുമാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ശവക്കല്ലറകൾ കാണപ്പെടുന്നത്. തലഭാഗം കിഴക്കുഭാഗത്ത് വരത്തക്ക രീതിയിലാണ് ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ശവക്കല്ലറകൾക്കുള്ളിൽ മനുഷ്യാസ്ഥികളുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം കാലിൻ്റെ ഭാഗത്തായി വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള മൺപാത്രങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മൺപാത്രങ്ങൾ ഹാരപ്പൻ സംസ്കാരം പ്രചാരത്തിലിരുന്ന പാകിസ്ഥാനിലെ കോട്ഡിജി, അംറി, നാൽ എന്നിവിടങ്ങളിലെയും ഉത്തര ഗുജറാത്തിലെ നഗ്വാഡ, ശാന്തിലി, മോട്ടി പിപ്ലി, ദത്രാന, റാണോത് എന്നിവിടങ്ങളിലെയും കച്ചിലെ സുർക്കോത്താദ, ധനേട്ടി എന്നിവിടങ്ങളിലെയും ഏർലി ഹാരപ്പൻ കാലഘട്ടത്തിലെ മൺപാത്രങ്ങളോട് സാദൃശ്യമുള്ളവയാണെന്ന് ഡോക്ടർ രാജേഷ് പറഞ്ഞു. ഒട്ടുമിക്ക കല്ലറകളിലും മനുഷ്യാസ്ഥികൾ വളരെയധികം ദ്രവിച്ചുപോയ അവസ്ഥയിലാണ്. ചില കല്ലറകളിൽ നിന്നും മനുഷ്യാസ്ഥികൾക്കൊപ്പം മൃഗങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മുഴുവനായുള്ള അസ്ഥികൂടം അഥവാ പ്രൈമറി ബറിയൽ, ഭാഗികമായുള്ള അസ്ഥി കഷ്ണങ്ങൾ അഥവാ സെക്കൻഡറി ബറിയൽ, തീയിൽ ദഹിപ്പിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ എന്നിവ നൽകുന്നത് വിവിധ രീതികളിൽ ശവശരീരം അടക്കം ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവാണ്. കൂടാതെ ചെറിയ കുട്ടികളെ അടക്കം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്ഖനനങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള മനുഷ്യാസ്ഥി കഷ്ണങ്ങളിൽ തുടർന്നുള്ള വിശദ പഠനങ്ങൾ നടത്തുക വഴി അടക്കം ചെയ്തിരുന്ന മനുഷ്യരുടെ പ്രായം, മരണകാരണങ്ങൾ, രോഗങ്ങൾ, അന്നത്തെ ചികിത്സാ രീതികൾ, ലിംഗനിർണയം, DNA-യുടെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും. അതിനായി ഇന്ത്യയിലെ വിവിധ ലാബുകളിൽ അവശിഷ്ടങ്ങൾ പരിശോധനകൾക്ക് വിധേയമാക്കും. ശവക്കല്ലറകളിൽ നിന്ന് കിട്ടിയ പുരാവസ്തുക്കളും മറ്റ് അവശിഷ്ടങ്ങളും ഏർലി ഹാരപ്പൻ കാലഘട്ടത്തിലെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനു പുറമെ അസംസ്കൃത വസ്തുക്കൾ, അവയുടെ സ്രോതസ്, നിർമ്മാണ രീതികൾ, വാണിജ്യ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളും നൽകുന്നവയാണ്. ഇതിനു പുറമെ ശംഖ് കൊണ്ട് നിർമ്മിച്ച വള, കല്ല്, ടെറാക്കോട്ട എന്നിവ കൊണ്ട് നിർമ്മിച്ച മുത്തുകൾ, കല്ലുകൊണ്ടുണ്ടാക്കുന്ന ചെറിയ ആയുധങ്ങൾ അഥവാ ലിത്തിക് ടൂൾസ്, വിവിധ വലുപ്പത്തിലുള്ള നിരവധി അരകല്ലുകൾ തുടങ്ങിയവയും കണ്ടെത്തി. 2016 ഗുജറാത്തിൽ പര്യവേഷണം നടത്തിയ കേരള സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണ സംഘമാണ് ലാഖ്പത് താലൂക്കിലെ ഘാട്ടിയ ഗ്രാമത്തിലെ സർപഞ്ച് നാരായൺ ഭായ് ജാജാനിയുടെ സഹായത്തോടെ ജുനാഘാട്ടിയ എന്ന ഏർലി ഹാരപ്പൻ സൈറ്റ് കണ്ടെത്തുന്നത്. ഒരു ശവക്കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ മുഴുവനായുള്ള മനുഷ്യാസ്ഥികൂടം വഡോദര MS യൂണിവേഴ്സിറ്റിയിലെ കാന്തി പർമാറിൻ്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ചട്ടക്കൂടുണ്ടാക്കി മുഴുവനായി ശേഖരിച്ച് കേരള സർവകലാശാലയുടെ ആർക്കിയോളജി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ജുനാഘാട്ടിയയ്ക്ക് ഏകദേശം 6 കിലോമീറ്റർ വടക്കുഭാഗത്തായി ധ്വജഗഡ് എന്ന സ്ഥലത്ത് പുതുതായി കണ്ടെത്തിയ ഏർലി ഹാരപ്പൻ കാലഘട്ടത്തിലെ വാസസ്ഥലവുമായി ഇവിടെ കണ്ടെത്തിയ ശവക്കല്ലറകൾക്ക് ബന്ധമുണ്ടാകാമെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി വരും വർഷങ്ങളിലും ഉദ്ഖനന പ്രവർത്തനങ്ങൾ തുടരേണ്ടതായുണ്ടെന്നും കേരള സർവകലാശാല ആർക്കിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ GS അഭയൻ പറഞ്ഞു.